വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ MJ&PJ കൊമേഴ്സ് ക്ലാസ്സസ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ ഗുഡ്വിൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം 3 മെത്തേഡുകളാണുള്ളത്: ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇതിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ 2 തരത്തിൽ കണ്ടുപിടിക്കാം: സിമ്പിൾ ആവറേജ് മെത്തേഡും വെയ്റ്റഡ് ആവറേജ് മെത്തേഡും. ഇതിൽ സിമ്പിൾ ആവറേജ് മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലും മറ്റ് 2 മെത്തേഡിലും ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. Under weighted average method, weights are given to the profits and weighted average is worked out. ഈ മെത്തേഡ് പ്രകാരം ഓരോ വർഷത്തെ പ്രോഫിറ്റ് ഫിഗറിനും വെയിറ്റേജ് കൊടുക്കും. ഏറ്റവും ഹയർ വെയിറ്റ് കൊടുക്കുന്നത് റീസെൻ്റ് ഇയറിനായിരിക്കും. ഇനി നമുക്ക് ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അലോട്ട് വെയിറ്റ് ലൈക്ക് 1, 2, 3, 4, 5 ആൻഡ് സോ ഓൺ ടു ദ പ്രോഫിറ്റ്സ് ഓഫ് ദ റീസെൻ്റ് ഇയേഴ്സ്. ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ഫിഗറിന് വെയിറ്റേജ് കൊടുക്കുക. ലൈക്ക് 1, 2, 3, 4, 5. ഇതിൽ 5 വർഷത്തെ പ്രോഫിറ്റ് ഫിഗറാണ് തന്നതെങ്കിൽ 5 വരെ നമ്മൾ വെയിറ്റേജ് കൊടുക്കണം. അതിൽ 5 വെയിറ്റേജ് കൊടുക്കുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇയറിനായിരിക്കണം. സെക്കൻഡ് വൺ, കമ്പ്യൂട്ട് ദ പ്രോഡക്റ്റ് ബൈ മൾട്ടിപ്ലൈയിങ് പ്രോഫിറ്റ്സ് വിത്ത് ദ റെസ്പെക്റ്റീവ് വെയിറ്റ്. അതിനുശേഷം വെയിറ്റ് അസൈൻ ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ഇൻറ്റു ഈ അസൈൻ ചെയ്ത വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റേജ് എത്രയാണ് ഓരോ വർഷത്തതൊന്നും കണ്ടുപിടിക്കുക. ദെൻ തേർഡ് സ്റ്റെപ്പ്, കമ്പ്യൂട്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ബൈ ഡിവൈഡിങ് ദ സം ഓഫ് ഓൾ പ്രോഡക്ട്സ് ബൈ ദ സം ഓഫ് ഓൾ വെയ്റ്റ്സ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഓരോ വർഷത്തെയും വെയ്റ്റ് ഇൻറ്റു പ്രോഡക്റ്റ് ഇല്ലേ, വെയ്റ്റ് ഇൻറ്റു പ്രോഫിറ്റ് ഫിഗർ, അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചതിന് ശേഷം വെയ്റ്റ്സിൻ്റെ ടോട്ടൽ, അതായത് 5 വർഷത്തെ പ്രോഫിറ്റ് ഫിഗറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 5 വർഷത്തെ വെയിറ്റേജിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ ഈ വെയ്റ്റ്സ് കൊണ്ട്, സം ഓഫ് വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദാറ്റ് we will get weighted average profit. Then next step, calculate goodwill by multiplying weighted average profit with the number of years purchase. ഇങ്ങനെ കണ്ടുപിടിച്ച വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അണ്ടർ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. The profit of A, B and C for the last 5 years were as under. 2007 മുതൽ 2012 വരെയുള്ള പ്രോഫിറ്റ് ഫിഗേഴ്സ് ആണ് തന്നിരിക്കുന്നത്. 2007-8 38,000, 8-9 18,000, 9-10 25,000, 10-11 19,000, 11-12 27,000 പ്രോഫിറ്റ് ഉണ്ട്. Calculate the value of goodwill on the basis of 2 years purchase of weighted average profits based on weights 1, 2, 3, 4 and 5 respectively to the profits for the years 2007 to 2012. ഇവിടെ അസൈൻ ചെയ്യേണ്ട വെയിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1, 2, 3, 4 and 5. ഇതിൽ 5 എന്ന് പറയുന്ന വെയിറ്റേജ് നമ്മൾ 2012-നാണ് കൊടുക്കേണ്ടത്. അതേപോലെ 4 എന്ന് കൊടുക്കുന്നത് 2011-ന്, 2010-ന് 3 വെയിറ്റേജ് കൊടുക്കും, 2009-ന് 2 വെയിറ്റേജ് ആൻഡ് 2008-ന് വെയിറ്റേജ് 1. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 2 ഇയേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇയേഴ്സ്, പ്രോഫിറ്റ്, വെയ്റ്റ്, പ്രോഡക്റ്റ് എന്നിങ്ങനെ 4 കോളമായിട്ട് തിരിക്കുക. ഇയറിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇയേഴ്സ് എഴുതും, പ്രോഫിറ്റ് ഫിഗറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വെയ്റ്റ് ഓൾസോ ഗിവൺ. അതിനുശേഷം പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് പ്രോഡക്റ്റ്? പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൽ 38,000 ഇൻറ്റു 1, സെക്കൻഡ് ഇയറിൽ 18,000 ഇൻറ്റു 2, തേർഡ് ഇയർ 25,000 ഇൻറ്റു 3, ഫോർത്ത് ഇയർ 19,000 ഇൻറ്റു 4 ആൻഡ് ഫിഫ്ത്ത് ഇയർ 27,000 ഇൻറ്റു 5. അതിനുശേഷം ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അതായത് 4th കോളം ടോട്ടൽ കണ്ടുപിടിച്ചാൽ 3,60,000 ആണ് ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ വെയ്റ്റിൻ്റെ ടോട്ടലും കണ്ടുപിടിക്കുക.
weight total is 50. Then weighted average profit കാണണമെങ്കിൽ total of product divided by total of weights. Here 3,60,000 divided by 15. 24,000 ആണ് weighted average profit എന്നത് നമുക്ക് കിട്ടും. അതിനുശേഷം ഈ weighted average profit into number of years purchase കണ്ടുപിടിച്ചാൽ goodwill amount നമുക്ക് കിട്ടും. So goodwill is equal to 24,000 into 2, 48,000. Next we are going to study about super profit method. Under this method, goodwill is calculated by multiplying the super profit with the number of years purchase. Super profit കണ്ടതിന് ശേഷം number of years കൊണ്ട് multiply ചെയ്തിട്ടാണ് super profit method പ്രകാരം goodwill calculate ചെയ്യുന്നത്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലുള്ള പ്രോഫിറ്റിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു പുതിയ ബിസിനസ് സ്ഥാപനത്തിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ബിസിനസ് സ്ഥാപനം വേറൊരു ബിസിനസ് സ്ഥാപനം പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നതായിരിക്കും. ബൈ ചെയ്ത ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ കാരണം കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആ ഓർഗനൈസേഷന് സാധിക്കുന്നു. ഇതിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ എമൗണ്ട് ആണ് ഗുഡ്വിൽ എമൗണ്ട്. ഇനി സൂപ്പർ പ്രോഫിറ്റ് പ്രകാരം നമുക്ക് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ആക്ച്വൽ ഓർ ആവറേജ് പ്രോഫിറ്റ്. ആദ്യമായിട്ട് ആക്ച്വൽ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആവറേജ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്ത ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം കാൽക്കുലേറ്റ് ദ നോർമൽ പ്രോഫിറ്റ്സ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ബൈ മൾട്ടിപ്ലൈയിങ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വിത്ത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കും. അതിന് ശേഷം അത് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നുള്ളതും തന്നിട്ടുണ്ടാവും. അത് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടും. Then third step, calculate super profit. Super profitന്റെ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ ഓർ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആഫ്റ്റർ ദാറ്റ് കാൽക്കുലേറ്റ് ഗുഡ്വിൽ. ഗുഡ്വില്ലിൻ്റെ ഫോർമുല ഗുഡ്വിൽ ഇസ് ഇക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇത്രയും സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: A partnership firm earned net profits during the last 4 years as follows. 4 വർഷത്തെ പ്രോഫിറ്റ് ഫിഗറുകൾ തന്നിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നു the capital investment in the firm throughout the above mentioned period has been rupees 1 lakh. Having regard to the risk involved, 15% is considered to be a fair return on capital invested. Calculate the value of goodwill on the basis of 3 years purchase of super profit. ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആയി തന്ന എമൗണ്ട് 1 lakh ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണ്. സോ ദാറ്റ് വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ഫോർ ഫൈൻഡിങ് ഔട്ട് ആവറേജ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് 20,000 പ്ലസ് 15,000 പ്ലസ് 25,000 പ്ലസ് 10,000, 70,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 70,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്, ഡിവൈഡഡ് ബൈ 4 വർഷത്തെ പ്രോഫിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ 70,000 ഡിവൈഡഡ് ബൈ 4 ഇസ് ഇക്വൽ ടു 17,500. അതിനുശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 ആണ് ഫോർമുല. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1 lakh rupees ആണ്. നോർമൽ റേറ്റ് 15% ആണ്. സോ 1 lakh ഇൻറ്റു 15/100, 15,000 ആണ് നോർമൽ പ്രോഫിറ്റ് എന്ന് നമുക്ക് കിട്ടി. അതിനുശേഷം സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഫോർമുല എഴുതുക. സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു ആക്ച്വൽ ഓർ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. രണ്ട് ഫിഗറും നമുക്ക് അവൈലബിൾ ആണ്. ആവറേജ് പ്രോഫിറ്റ് 17,500, നോർമൽ പ്രോഫിറ്റ് ഈസ് 15,000. If you find the difference, you will get 2,500 as super profit. അതിനുശേഷം ഗുഡ്വില്ലിൻ്റെ ഫോർമുല എഴുതുക. ഗുഡ്വിൽ ഇസ് ഇക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്
സൂപ്പർ പ്രോഫിറ്റ് 2500 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3 ആണ്. സോ 2500 ഇൻറ്റു 3 7500 ആണ് ഗുഡ് വിൽ എന്ന് നമുക്ക് കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. A and B earned an average profit of rupees 40,000. Their capital employed in the firm is rupees 70,000. It is expected that the average rate of profit is 15% on the capital. Calculate the amount of goodwill if goodwill is valued at 2 years purchase of super profit. ഇവിടെ 40,000 ആണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് 70,000 ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 15% ആണ്. 2 ഇയേഴ്സ് ആണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 40,000. അതിനുശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. Capital employed is 70,000. Normal rate of return is 15%. So normal profit is equal to 70,000 into 15 by 100, 10,500. After that we will find out super profit. Super profit formula average profit minus normal profit എന്നതാണ്. Here average profit is 40,000, normal profit is 10,500. അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ 29,500 ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വിൽ ഫൈൻഡ് ഔട്ട് ഗുഡ് വിൽ ഇസ് ഇക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് 29,500, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 2. സോ 29,000 ഇൻറ്റു 500, 29,500 ഇൻറ്റു 2 ഇസ് ഇക്വൽ ടു 59,000 ആണ് ഗുഡ് വിൽ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഗുഡ് വിൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു മെത്തേഡും കൂടിയുണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ ചാപ്റ്ററിലും, പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ ചാപ്റ്ററിലും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നന്നായി പഠിച്ചിരിക്കണം. ഇതുവരെ പഠിച്ച ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.